പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയായിരുന്നു മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തു. കന്യകമറിയാമിൽ പരിശുദ്ധാത്മാവിറങ്ങി വചനം മാംസമായി മാറി. ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഒരു പക്ഷേ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയ സത്യമാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. അതിന് നമ്മൾ പറയുന്ന സഭ പറയുന്ന പേരാണ് വചനിപ്പ് എന്ന് പറയും. പല ആളുകളും ഓർക്കാറുണ്ട്, വചനിപ്പ് പെരുന്നാൾ സുറിയാനി സഭയിലെ എപ്പോഴെങ്കിലും വചനിപ്പ് പെരുന്നാൾ വന്നാൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഈ വചനിപ്പ് പെരുന്നാൾ നടത്തും. നമുക്കറിയാം, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളിയാഴ്ച എത്ര പ്രാധാന്യമുള്ളതാണ്. അന്ന് ഉപവാസത്തിൻ്റെ ദിവസമാണ്, കുർബാനയൊന്നും ചൊല്ലാൻ പാടില്ല. അന്ന് പൂർണ്ണ ഉപവാസമാണ് ഒരു ക്രിസ്ത്യാനിക്ക്. അന്നത്തെ ദിവസം വചനിപ്പ് പെരുന്നാൾ വരികയാണെങ്കിൽ അന്ന് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ മാറ്റിവെച്ചിട്ട് വചനിപ്പ് പെരുന്നാളായിട്ട് നടത്തും. എന്ന് പറഞ്ഞാൽ ഉപവാസം ഇല്ലാതെ പെരുന്നാൾ നടത്തും. പെരുന്നാളിൻ്റെ പ്രത്യേക ക്രമം അനുസരിച്ച് സന്ധ്യാപ്രാർത്ഥനയും എല്ലാം പെരുന്നാൾ ക്രമമാണ് നടത്തുന്നത്. അല്ലാതെ ഒരു കാരണവശാലും കഷ്ടാനുവാഴ്ച അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, ഏത് ദിവസം വന്നാലും. അപ്പോൾ വചനിപ്പ് പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ദുഃഖവെള്ളിയാഴ്ച പോലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം പല ആളുകളും ചിന്തിക്കുന്നത് ഇത് വചനിപ്പ് പെരുന്നാളെന്ന് പറയുന്നത് മാതാവിൻ്റെ ഒരു പെരുന്നാളായിട്ടാണ് പലരും കാണുന്നത്. സത്യത്തിൽ വചനിപ്പ് പെരുന്നാൾ മാതാവിൻ്റെ പെരുന്നാളല്ല. മറിച്ച് എന്താണ്, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വചനം പുറപ്പെട്ട ദിവസമാണ്. അതുകൊണ്ടാണ് സഭയ്ക്ക് വചനിപ്പ് എന്ന്. സഭ ഉണ്ടായത് തന്നെ ഈ വചനിപ്പ് കൊണ്ടാണ്, ഇല്ലെങ്കിൽ സഭയുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം മാംസമായി തീർന്നു എന്ന വലിയ സത്യം, ആ സത്യം സഭ ആഘോഷിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ദിവസം. അവിടെ എന്താണ് വചനിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവായ ദൈവം, പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരം കന്യക മറിയാമിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ കന്യക മറിയാമിനെ തിരഞ്ഞെടുത്ത് കൃപ കൊണ്ട് നിറച്ചു. പരിശുദ്ധാത്മാവാണ് കൃപ കൊടുക്കുന്നത്. ആ കൃപ കൊണ്ട് നിറച്ചിട്ട് ദൈവവചനം അവളിൽ മാംസമായി മാറി. അങ്ങനെ ദൈവപുത്രനുണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത്, ഞാൻ രാവിലെ സൂചിപ്പിച്ചു, സുവിശേഷമാണ്. ആട്ടിടയന്മാർക്ക് ഒരു സുവിശേഷം എന്തായിരുന്നു? ഇതാ സകല മാനവകുലത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അപ്പോൾ നമ്മൾ ആരും ധരിച്ചു വെക്കരുത് ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഭൂമിയിൽ വന്ന ദൈവമാണെന്ന് ധരിക്കരുത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സെപ്പോഴോ എവിടെയോ ഇടുങ്ങിപ്പോയി. അവരെല്ലാം ധരിച്ചിരിക്കുന്നത് എന്താണ്? ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ക്രിസ്തു എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളൊരു, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല ക്രിസ്തു. മറിച്ച് ആരുടെ ദൈവ? സകല മാനവകുലത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത, രക്ഷയുടെ സദ്വാർത്തയാണ് യേശു. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും, ഏത് സമൂഹത്തിൽപ്പെട്ട വ്യക്തിയായാലും, യേശു ക്രിസ്തുവിലൂടെ ആ വ്യക്തിക്ക് എന്ത് കിട്ടും? പാപവിമോചനവും രക്ഷയും സാധ്യമാണ്. നമ്മളിന്ന് നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഈ രക്ഷയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ സഭയുടെ ദൗത്യം തന്നെ. ഈ രക്ഷാകരമായ ദൗത്യം പ്രഘോഷിക്കാതെ പോയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നത്. ഒത്തിരി മനുഷ്യർക്ക്, എന്തിനേറെ സഭയിലുള്ള മനുഷ്യർ പോലും സുവിശേഷം കേട്ടിട്ടില്ല. സുവിശേഷം കാര്യമായിട്ടൊന്നും അവർ പഠിച്ചിട്ടില്ല. എന്താണ് അതിൻ്റെ കണ്ടൻറ്റ്, അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇത് വലിയൊരു ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടമാണ്. അപ്പോൾ ഈ സുവിശേഷം ആട്ടിടയന്മാർ കേട്ട ഉടനെ ഒരാൾ സുവിശേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ ആട്ടിടയന്മാരിൽ കാണുന്നത്. ഇതാ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബേത്ലഹേമിൽ പിറന്നിരിക്കുന്നു. ആട്ടിടയന്മാരെന്ത് ചെയ്തു? ആട്ടിടയന്മാർ ഈ സദ്വാർത്ത കേട്ട ഉടനെ ചാടി എഴുന്നേറ്റു. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? അവർക്ക് തണുപ്പാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ തണുപ്പ് കൂടുതലാണ്.
നമുക്കറിയാം തണുപ്പിൻ്റെ കാഠിന്യം എന്താണെന്ന് യൂറോപ്പിൽ പോയിട്ടുള്ളവർക്കറിയാം. ഭയങ്കര തണുപ്പാണ്. രാത്രിയിലൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും വലിയ തണുപ്പ് നടക്കുന്നൊരു സ്ഥലത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവർക്കൊരു നല്ല ഉടുപ്പില്ല, നല്ലൊരു വസ്ത്രമില്ല, ദാരിദ്ര്യമാണ്. എന്നു മാത്രമല്ല, വീടുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ താമസിച്ചാൽ. ഇത് ആടുകളെ മേയിച്ച് നടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ദരിദ്രന്മാരാണ് സത്യത്തിൽ ആട്ടിടയന്മാർ. സുവിശേഷം ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ആർക്കാണെന്നറിയോ? ദരിദ്രന്മാർക്കാണ്. അതുകൊണ്ടാണ് നസ്രേത്ത് മാനിഫെസ്റ്റോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. യേശു പറയുകയാണ്. കർത്താവ് ദൗത്യം ആരംഭിക്കുന്ന സമയത്ത് അവന് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം സിനഗോഗിൽ വെച്ചെടുത്ത് തുറന്ന് വായിച്ചിട്ട് കിട്ടിയ പുസ്തകം ഇതാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 61 മുതലുള്ള വചനങ്ങളിൽ ഈ പ്രവചനം പറയുന്നുണ്ട്. അതാണ് യേശയ്യാ പ്രവാചകൻ്റെ ഈ പുസ്തകമാണ് യേശു എടുത്ത് തുറന്നപ്പോൾ കിട്ടിയത്. ഉടനെ യേശു ആ പുസ്തകം വായിച്ചു. എന്താ വായിച്ചത്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിൻ്റെ സ്വീകാര്യമായ സംവത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ചു വെച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവൻ ഇരുന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. ഒരു ക്രൈസ്തവനെ കൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടാവണം. ഇത് എന്താണെന്നറിയോ? ഒരു വചനം വായിച്ചിട്ട് ചങ്ക കൈവച്ച് പറയും, ഈ തിരുവെഴുത്ത് കർത്താവേ നിവൃത്തിയായെന്നൊന്നും പറയണ്ട, എന്നിൽ നിവൃത്തിയാകണമേ. നിങ്ങൾ ഏത് മേഖല ജോലി ചെയ്യുന്ന ആളായിക്കോ, നിങ്ങൾ പറയണം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇല്ലേ? നിങ്ങളുടെ ആത്മാവില്ലേ? കർത്താവിൻ്റെ ആത്മാവില്ലേ? ഉണ്ട്, 100% ഉണ്ട്. കർത്താവിൻ്റെ ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ 100% ഉണ്ട്. അല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുകയില്ല. കർത്താവിൻ്റെ ആത്മാവ് ബ്ലോക്കായ മനുഷ്യൻ്റെ തന്നെ അവസ്ഥ ഇവിടെ ഇരിക്കുന്നത് അവർ തന്നെ ഇപ്പം വന്ന് പറഞ്ഞു. എന്താണ്? ഇവിടെ കയറിയിട്ട് ഇവിടുന്നൊന്ന് ഇറങ്ങിപ്പോണോ എന്ന് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരുന്ന പലരുമുണ്ട്. ഇന്ന് വന്ന് അവർ പറഞ്ഞ് ഇതിനകത്ത് കയറിയതൊരബദ്ധമായെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ അവർ പറയുകയാണ്, സത്യത്തിൽ ഇതിനകത്ത് അങ്ങനെ കയറിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്തായി തീരുമായിരുന്നെന്നറിയത്തില്ല. കണ്ടോ? അപ്പോൾ ആത്മാവ് ബ്ലോക്കായതാണ്. ആത്മാവ് ഇല്ലാഞ്ഞിട്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ പാപം മൂലം ബ്ലോക്കായി പോയ വ്യക്തിയുടെ അവസ്ഥ ഇതാണെങ്കിൽ, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിലോ ഈ പടിയിലോട്ട് പോലും കയറാൻ പറ്റുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. മാമോദീസായിലൂടെ നിങ്ങൾ ഏറ്റുവാങ്ങി ആത്മാവുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പിന്നെ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷം, പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ പള്ളിയിൽ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി ഒരു കൺവെൻഷൻ വെച്ചു. കൺവെൻഷൻ വെച്ചിട്ട് പ്രിയമുള്ളവരെ ബുക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ വന്ന് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകില്ല. ഞാൻ ഈ കൺവെൻഷൻ പോക്ക് ഇപ്പം നിർത്തിയിരിക്കുക. എന്നിട്ടൊരു 100 പേരുടെ ഒരു ഗായക സംഘം, അവർ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ ഒരു മനുഷ്യനുമില്ല. ഗായക സംഘം പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ആളും കാണുകയില്ല. പിന്നെ ഗായക സംഘം എല്ലാം പാട്ട് പാടി തീർന്ന് ഒരു 7:30 ആകുമ്പോഴേക്കും ആളുകളൊക്കെ വന്നിരിക്കും. പ്രസംഗിക്കാൻ കയറും. ഒരു മനുഷ്യനൊന്നും ശ്രദ്ധിക്കുകയില്ല, ഇങ്ങനെ ഇരിക്കും. നമ്മൾ പ്രസംഗം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോരും. നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. കാരണം എന്താ? ഒരു മനുഷ്യനും വചനം സ്വീകരിച്ചില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, പരാജിതനെ പോലെയാണ്. ഞാൻ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്, പരാജിതനെ പോലെ. കാരണം ശുശ്രൂഷ ചെയ്യാൻ പറ്റിയില്ല, പ്രസംഗിച്ച് ഒന്നും നടന്നില്ല. പൈശാചിക ശക്തികൾ വിട്ടുപോകുമോ, രോഗികൾ സുഖപ്പെടുവോ, മാനസാന്തരം. ഇനി രോഗികൾ സുഖപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, അത് ഡോക്ടറുണ്ടല്ലോ. മാനസാന്തരം ഉണ്ടാകണ്ടേ? അതിപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മാനസാന്തരം ഉണ്ടാകും. കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആളിൽ മാനസാന്തരം, അത് പറ്റിയല്ലോ. അപ്പോൾ ഈ മാനസാന്തരം യേശുവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അസുഖം പിന്നെ നമുക്ക് ഡോക്ടറെ കണ്ടിട്ടാണെങ്കിലും എങ്ങനെയും പരിഹരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രിയമുള്ളവർ, ഒന്നും നടക്കുകയില്ല. ഞാനത് കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കൺവെൻഷൻ, ഈ ധ്യാനത്തിന് പ്രസംഗിക്കാൻ ആളുകൾ വന്നു കഴിയുമ്പം അങ്ങോട്ട് ഈ പരിശുദ്ധാത്മാവ് വരണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അന്നേരം പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കും. പക്ഷേ ചിലയിടത്ത് ഇത് നടക്കുന്നില്ല. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? ഇതാ ഞാൻ എൻ്റെ സുവിശേഷം സ്വീകരിക്കാൻ പറ്റുന്ന മനസാക്ഷി എന്ന് പറയുന്ന ആർക്കാണെന്നറിയോ? ദരിദ്രർക്കേ പറ്റൂ. പണമില്ലാത്തവനല്ല അർത്ഥം. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ പണമില്ലാത്തവനല്ല.
ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഇതാ പല തരത്തിലുള്ള ദാരിദ്ര്യമുണ്ട്. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാം സമർപ്പിച്ചവൻ, യഥാർത്ഥം എല്ലാം കൊടുത്തവൻ. അപ്പോൾ നിങ്ങളെല്ലാം ദൈവത്തിന് കൊടുത്തിട്ടിരിക്കുകയെന്ന് വെച്ചോ, നിങ്ങളൊരു വലിയ സമ്പന്നനാണ്, എല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചിരിക്കുക. അതിന് പറയുന്ന പേരാണ് ആത്മാവിൽ ദാരിദ്ര്യം. ദരിദ്രനാണ്, കൊടുത്തവൻ. അതുകൊണ്ട് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അബ്രഹാം പണക്കാരനായിരുന്നു, പക്ഷേ ഒരു ദരിദ്രനെ പോലെ. കാരണം എന്താ? ഒത്തിരി സമ്പത്തുണ്ട്. പക്ഷേ കർത്താവ് എന്ത് പറയുന്നു അത്. ലോത്തും അബ്രഹാമും പ്രിയമുള്ളവരെ ഒന്നിച്ച് യാത്ര ചെയ്തവരാ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ശുശ്രൂഷകർ തമ്മിൽ അടിയായി. അടി പിടിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, നമുക്ക് ഈ സ്വത്തങ്ങ് വീതം വെച്ചാലോ, നമ്മൾ ഒന്നിച്ച് പോയ പ്രശ്നമാണ്, സമാധാനം ഉണ്ടാകുകയില്ല, അതുകൊണ്ട് നമുക്ക് പിരിയാം. ഉടനെ പിരിയാവെന്ന് പറഞ്ഞ് ഉടനെ ലോത്ത് എന്ത് ചെയ്യുമെന്ന് പറയും? പിരിയാവെന്ന് പറഞ്ഞ് അന്ന് കേട്ടപ്പോൾ തന്നെ ലോത്ത് ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നെത്തി വലിഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? ജോർദാൻ സമുദ്രപ്രദേശം ഇങ്ങനെ പച്ചച്ച് നിൽക്കുക. ലോത്ത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇറങ്ങി വന്നു. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം പിതാവേ, അങ്ങ് പറഞ്ഞല്ലോ നമുക്ക് പിരിയാവെന്ന്, പിരിഞ്ഞേക്കാവെന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിരിയാം. നീ ഇടത്തോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ യാത്ര വലത്തോട്ടാണ്. ആർക്കും ഒരാളുടെ യാത്ര തീരുമാനിക്കുന്നുണ്ടോ? നിൻ്റെ യാത്ര വലത്തോട്ടാണെങ്കിൽ എൻ്റെ യാത്ര ഇടത്തോട്ട് പോകണമെന്ന് ദൈവം നിശ്ചയിച്ച് ഞാൻ വിചാരിക്കും. നിങ്ങളുടെ വീട്ടിൽ സ്വത്ത് വീതം വെക്കുമ്പോൾ നമ്മൾ പറയുക, എടാ നിനക്ക് എന്തോരം വേണം? ആകപ്പാടെ 1 ഏക്കറുണ്ട്, നിനക്ക് 70 സെൻറ്റ് വേണമെന്നാണ് നിൻ്റെ മനസ്സ് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് 30 സെൻറ്റ് മതിയെന്നാണ് കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നത്. അതല്ല അതിൻ്റെ അർത്ഥം. നിനക്കത് മുഴുവൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കൊന്നും വേണ്ടെന്നാണ് കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതാണ് അബ്രഹാമിൻ്റെ സമർപ്പണം. വീട്ടിലെ 10 സെൻറ്റ് സ്ഥലം വീതം വെക്കുന്ന സമയത്ത് നമുക്കിത് പറയാനുള്ള ആർജവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയാറുണ്ടോ? നമുക്ക് അനിയൻ എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്ക് അത് വേണ്ടെന്നാണ് കർത്താവിൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ കഴിവില്ലാത്ത മനുഷ്യനായതുകൊണ്ട് പോയി ചോദിക്ക്, പിടിച്ചോണം, ആഞ്ഞു പിടിച്ചോണം, ഇതൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനല്ല. സ്ഥലം വീതം വെക്കുമ്പോൾ ഏത് വസ്തു വീതം വെച്ചാലും പ്രിയമുള്ളവരെ അങ്ങനെ പറയാനുള്ള ആർജവം നമുക്ക് ഉണ്ടാവണം. എങ്കിലേ നമ്മുടെ സമർപ്പണം പൂർണ്ണമാകത്തുള്ളൂ. ഒരിക്കൽ എൻ്റെ സഹോദരൻ, എനിക്ക് 2 സഹോദരങ്ങളാണുള്ളത്. അതിലൊരാൾ ബിസിനസ് എല്ലാം നടത്തി പൊട്ടി, എല്ലാം പോയി. പുള്ളിക്ക് കൊടുത്ത കിട്ടാനുള്ള വീതവും അതിൽ കൂടുതലും പുള്ളി എന്ത് ചെയ്തു? എല്ലാം നശിച്ചു പോയി. ബിസിനസ് എല്ലാം പൊട്ടി, പുള്ളി പാളീഷായി നിൽക്കുകയാണ്. അന്നേരമാണ് ഞാൻ അച്ഛനാകാൻ പോയി. ഞാൻ അച്ഛനായി ഇവിടെ വന്നു. ഒരു ദിവസം 2ാമത്തെ സഹോദരൻ ഒരു ബൈക്കുമൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഒന്ന് വീട് വരെ വരണമെന്ന്. ഞാൻ ചോദിച്ചു, എന്താണ്? നമ്മുടെ ആ ഉള്ള സ്ഥലം ഒന്ന് വീതം വെക്കണം. ഇതെന്നാന്നൊക്കെ ഒരു കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ, നീ വീതം വെച്ച് തന്നെ അങ്ങ് എടുത്തു. അല്ല, അത് അങ്ങനെ ശരിയാകുകയില്ല, അത് വന്നു വേണം കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് പറ്റിയ ഒരു അളവുകാരനെ കണ്ടുപിടിച്ചു. ഞാൻ രാവിലെ ചെന്ന്, പ്രിയമുള്ളവരെ, 1 സെൻറ്റ് സ്ഥലം പോലും ബാക്കി വെക്കാതെ മുഴുവൻ സഹോദരങ്ങൾക്ക് വീതിച്ചു കൊടുത്തിട്ടാണ് ഞാൻ വീതം വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇന്ന് ഞാൻ പോകുന്ന വഴിയിൽ എനിക്കുള്ള നേട്ടം എന്നാണെന്നറിയോ? ഞാൻ എവിടെ ചെന്നാലും എനിക്ക് ആളുകൾ ഫ്രീ ആയിട്ട് സ്ഥലം തരും. ഏത് സ്ഥലത്ത് ചെന്നാലും എനിക്ക് ഫ്രീ ആയിട്ട് കുറേ സ്ഥലം തരും ആളുകൾ, വിലയുള്ള സ്ഥലങ്ങൾ. ഞാൻ വയനാട്ടിൽ ചെന്ന് ബിനോയ് അച്ഛൻ്റെ അപ്പൻ, പ്രിയമുള്ള അവരുടെ കുടുംബസ്വത്തിൽ നിന്ന് കുറേ സ്ഥലം എഴുതി തന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. അല്ല, വേണ്ടേലും ഇരുന്നോട്ടെന്ന് പറഞ്ഞു. വേണ്ട എന്നാലും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് സ്ഥലം എഴുതി തന്നു. എന്നിട്ട് പറഞ്ഞ് അപ്പം പറഞ്ഞ്, എന്നെങ്കിലും ഇത് വിൽക്കുകയാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാലും ഇത് വിറ്റ കാശ് അവിടെ കൊണ്ടുപോയി തിരുമേനിയുടെ മേശപ്പുറത്ത് വെച്ചേക്കണം. അപ്പം പറഞ്ഞു. ഞാൻ ഇടുക്കി പോയി. 2 ഏക്കർ സ്ഥലം, പ്രിയമുള്ളവരെ, എനിക്ക് തന്നിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ, കൃഷി പോലും ചെയ്യാൻ പറ്റാതെ അവിടെ കിടക്കുകയാണ്. 2 ഏക്കർ സ്ഥലം.
മുണ്ടക്കയത്ത് ഇവിടെ ധ്യാനത്തിന് വരുന്ന ഒരാളാണ്. പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരന് ഒരു തോന്നൽ, എന്താണ്, തൂത്തുട്ടി ധ്യാനത്തിന് കുറച്ച് സ്ഥലം തരണം. 1 ഏക്കർ സ്ഥലം എപ്പോൾ പറഞ്ഞാലും മതി, നിങ്ങളുടെ പേരിൽ എഴുതി തരാം. അവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയാൽ മതി, അനാഥശാല എന്തെങ്കിലും. എപ്പോൾ പറഞ്ഞാലും ഞങ്ങളുടെ ഒരു തോട്ടത്തിനകത്ത് 1 ഏക്കർ സ്ഥലം എപ്പം വേണമെങ്കിലും, മേളിൽ വേണേൽ തരാം, താഴെ വേണേൽ തരാം, എവിടെ വേണമെങ്കിലും തരാം, എഴുതി തരാം. എന്നാളൊരിക്കൽ മൂവാറ്റുപുഴയിൽ നിന്ന് അച്ഛൻ വന്നിച്ച് ഇവിടെ അച്ഛൻ പ്രസംഗിച്ചു, എൻ്റെ കുടുംബസ്വത്ത് കുറച്ച് മൂവാറ്റുപുഴ കിടപ്പുണ്ട്, അത് ഞാൻ തിരുമേനിക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ മിണ്ടാതെ ഇറങ്ങി അങ്ങ് പോയി. കാരണം എന്താ, ഇത് മേടിക്കാൻ കഴിയില്ല എന്നിട്ട്. പുള്ളിയുടെ പരസ്യമായിട്ട് ഒറ്റ പ്രസംഗം, എൻ്റെ കുടുംബസ്വത്ത് ഞാൻ തിരുമേനിക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ മേടിച്ചില്ല കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു പോലുമില്ല, സംസാരിച്ചുമില്ല. ഞാൻ പിന്നെ ആ വിഷയം വിട്ടില്ല. അവർ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഈ ആവശ്യമില്ലാത്ത സ്വത്തുണ്ടായാലുള്ള കുഴപ്പം എന്നാണെന്നറിയോ, സമാധാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വത്താണ്. നമ്മൾ ഒരിടത്ത് 1 സെൻറ്റ് വേണ്ടെന്ന് വെച്ചാൽ ബാക്കി കിട്ടും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ നിങ്ങളെ ദൈവം അയച്ചിരിക്കുന്നു. ദരിദ്രനാണോ? ബൈബിൾ വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ നെഞ്ചത്ത് തൊട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഈ ആട്ടിടയന്മാർ ദരിദ്രരായിരുന്നു. അവർ സുവിശേഷം എന്ന് കേട്ടപ്പോൾ അവർ ചാടി എഴുന്നേറ്റു. ഇതാ രക്ഷകൻ പിറന്നിരിക്കുന്നു. അവർ രക്ഷകനെ തേടി യാത്ര ചെയ്തു. എന്തിനാണെന്നറിയോ? ഒരു രക്ഷകനില്ല ഉണ്ടെങ്കിൽ ഒരു വീട്, ഒരു കാറ് ഒക്കെ രക്ഷകനോട് ചോദിച്ചാൽ രക്ഷകൻ തരുമല്ലോ. അങ്ങനെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ രക്ഷകൻ്റെ പരുവം കണ്ടപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. കാരണം രക്ഷകൻ എന്നാ, രക്ഷകൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കിടക്കുക. ആട്ടിടയന്മാർ തങ്ങളുടെ പുതപ്പൂരി ഈ കുഞ്ഞിനെ പുതപ്പിച്ച്. കണ്ടോ? സുവിശേഷം സ്വീകരിക്കുന്നവൻ്റെ പ്രത്യേകതയാണ് പ്രിയമുള്ളവരെ, അവൻ ദാരിദ്ര്യത്തിൽ സമ്പന്നനാകും, കൊടുക്കാൻ കഴിവുള്ളവനായി, ദാരിദ്ര്യത്തിലും കൊടുക്കാൻ കഴിവുള്ളവനായി മാറും. അതാണ് ഒരു സുവിശേഷം സ്വീകരിച്ച ദരിദ്രൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ദൈവം സുവിശേഷം സ്വീകരിക്കാൻ അയച്ചിരിക്കുകയാണ്. ഇനി ഈ സുവിശേഷം സ്വീകരിക്കുന്ന വഴി സ്വാതന്ത്ര്യം കിട്ടും. നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടും. ആ സ്വാതന്ത്ര്യമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, സുവിശേഷത്തിന് കിട്ടിയ സ്വാതന്ത്ര്യം. ഇനി സുവിശേഷം, ഒരു യേശുക്രിസ്തുവിലൂടെ ഉള്ള സുവിശേഷം എന്തെല്ലാം മേഖലകളിൽ കയറി ഇടപെട്ടു. അപ്പം കിട്ടാതെ വിഷമിച്ചവന് സുവിശേഷം കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? 5 അപ്പം 5000 മാറി. ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുകയാണ്, സുവിശേഷത്തോടു കൂടിയാണ് യാത്ര, യേശുവിൻ്റെ കൂടെയുള്ള യാത്രയാണ്. കാറ്റും കടലും എതിരായി വന്നു. ഉടനെ അവർ സുവിശേഷത്തെ തൊട്ടു വിളിച്ചു, ജീസസ്. യേശു കണ്ണു തുറന്നു, ഞങ്ങൾ നശിക്കാൻ പോവുക. കർത്താവ് അല്പവിശ്വാസി കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. കണ്ടോ സുവിശേഷം? സുവിശേഷത്തിൻ്റെ സാധ്യത കണ്ടോ? ലാസർ മരിച്ചുപോയി, 3 ദിവസമായി, ചീഞ്ഞിട്ടുണ്ടാകും. വീടിൻ്റെ വാതിൽക്ക് വന്നപ്പം ആ പെൺപിള്ളേർ പറഞ്ഞ്, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ഇപ്പോൾ 3 ദിവസമായില്ലേ, ചെയ്യാൻ തുടങ്ങിക്കാണും. അവർ കണ്ടിട്ടുള്ള ശവത്തിൻ്റെയൊക്കെ പ്രത്യേകത അതാണ്. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു അവൻ ജീവിക്കും. ഉടനെ അവർ പറഞ്ഞു ജീവിക്കും, പുനരുദ്ധാനത്തിൽ ജീവിക്കും, പുനരുദ്ധാനത്തിൽ, അന്ത്യനാളിൽ. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉടനെ യേശു പറഞ്ഞു, ഞാനാണ് അന്ത്യനാള്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. ആ അന്ത്യനാളിലെ പുനരുദ്ധാനം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ്റെ ജീവൻ ഇപ്പോൾ തന്നെ ഇവൻ ജീവിക്കും. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള പല കാര്യങ്ങളും സത്യത്തിൽ ഇങ്ങനെ നടക്കാറുണ്ട്. ആ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. കണ്ടോ സുവിശേഷം നൽകുന്ന സാധ്യത? അപ്പം നിങ്ങളോർക്കും, ഈ അടുത്ത കാലത്തങ്ങ് മരിച്ചുപോയ ആൾ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് എന്തെങ്കിലും സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? മരിച്ചുപോയവരെ ആരെങ്കിലും ഉയർപ്പിച്ചിട്ടുണ്ടോ? രോഗശാന്തി അത്ഭുതങ്ങളൊക്കെ നമ്മൾ കുറേയെല്ലാം കേട്ടിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചിട്ട് ചീഞ്ഞ പാർട്ടിയെ ആരെങ്കിലും രോഗശാന്തിക്കാർ, വട്ടായിലച്ചനോ ആരെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അതെന്താവാ? അത് മാത്രം നടക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, അത് നടക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കാര്യം എന്നാണെന്നറിയോ?
എനിക്കത് മനസ്സിലായ ഒരു സംഭവമുണ്ട്. ഇവിടെ അടുത്തൊരു പുള്ളിക്കാരത്തി എന്നും ഇവിടെ വരുന്നത് ധ്യാനത്തിന് നമ്മുടെ ഒരു ശുശ്രൂഷയാണ്. പുള്ളിക്കാരുടെ വല്യമ്മച്ചിക്ക് പെട്ടെന്ന് ഹാർട്ടിന് തകരാറ് വന്നു. രണ്ട് പേസ് മേക്കറോ അങ്ങനെ അടക്ക സാധനമൊക്കെ വെച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ബ്ലീഡിങ് ഉണ്ടായി. എൻ്റെ പ്രശ്നമായി. അപ്പോൾ ഡോക്ടർമാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ അമ്മച്ചിക്ക് 19 വയസ്സുണ്ട്, ഇനി ഈ അമ്മച്ചി മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരേതാണ്ടൊക്കെ വെൻറ്റിലേറ്റർ ഏതാണ്ടൊക്കെ എടുക്കാൻ അങ്ങനെ ഏതാണ്ടൊക്കെ പ്രശ്നമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചി ജീവിക്കത്തില്ല. ഒരു 3 മണിക്കൂർ കൂടി ഇനി ഉണ്ടാവും. 3-4 മണിക്കൂർ അതിൽ കൂടുതൽ ജീവിക്കാൻ അമ്മച്ചിക്ക് ആയുസില്ല എന്ന് പറഞ്ഞു. അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പ്രിയമുള്ളവരെ ഇവിടെയാണ് അവർ ലിസ്റ്റ് തയ്യാറാക്കി, അറിയിക്കാനുള്ളവർ ലിസ്റ്റൊക്കെ തയ്യാറാക്കി. മരിക്കുന്നതിന് മുമ്പ് അറിയിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചു. അത് കേട്ട ഉടനെ പ്രിയമുള്ളവരെ മരിക്കും എന്നേ കേട്ടുള്ളൂ. മരിച്ചു എന്ന് നമ്മുടെ ആളുകൾ ധരിച്ചു. വീട്ടിലേക്ക് വന്ന് ഉള്ള സെറ്റിയും കസേരയും എല്ലാം കൂടി എടുത്ത് പുറത്തോട്ടിട്ടു. ഇവിടെ വീട് ശരിയാക്കുക. നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിൽ മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ വീട് നാട്ടുകാർ ഏറ്റെടുക്കും. പിന്നെ കാപ്പി അനത്തായി, പന്തലിടിയിലായി, പിന്നെ അവർക്കൊരു ഉത്സവമായത്. എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഈ പുള്ളിക്കാരത്തി പറഞ്ഞു, അമ്മച്ചി മരിക്കാൻ പോവാണ്, അതുകൊണ്ട് വിശുദ്ധ കുർബാനയും തൈലാഭിഷേകം കൊടുക്കണം. ഞാൻ വിശുദ്ധ കുർബാനയും തൈലാഭിഷേകമായിട്ട് പോയി. എനിക്കറിയാവുന്ന വിശുദ്ധ കുർബാനയെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനാണ് വഴിയും സത്യവും ജീവനും. അതാണ് എൻ്റെ ഈ കയ്യിരിക്കുന്നത്. ഇപ്പുറത്തെ കയ്യിൽ തൈലാഭിഷേകം, എന്താണ്? രോഗശാന്തിക്കുള്ള എണ്ണ. രണ്ടുമായിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നു രോഗശാന്തി തൈലാഭിഷേക ശുശ്രൂഷ നടത്തി. അതിനുശേഷം വിശുദ്ധ കുർബാനയും കൊടുത്ത് പോന്നു. ഇത് രണ്ടും സ്വീകരിച്ചാൽ ആൾ തട്ടിപ്പോകുമെന്നാണ് നമ്മുടെ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കഴിഞ്ഞാൽ ഓക്കെ ആയെന്നാണ്. പാസ്പോർട്ടുമായി വിസയുമായി ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് ബോർഡിംഗ് പാസും കിട്ടി. അതാണ് നമ്മുടെ ആളുകളുടെ ചിന്ത. അതല്ല എന്നത് തെളിയിച്ച് പ്രിയമുള്ളവരെ, എന്തായാലും ഞാനിതെല്ലാം കൊടുത്തിട്ട് ഞാൻ പോകുന്നു. രക്ഷപ്പെടുകയെന്ന് ഡോക്ടർ പറഞ്ഞിടത്ത് ഇനിയിപ്പോൾ നമ്മൾ രക്ഷപ്പെടണമെന്ന് എന്ന് മാത്രമല്ല, 85 വയസ്സുള്ള ഒരു അമ്മച്ചി ഇനി രക്ഷപ്പെട്ടിട്ട് തന്നെ കാര്യം, അതും വലിയ പ്രയോജനമൊന്നുമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. രോഗശാന്തി ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചില്ല, ഒന്നും ആഗ്രഹിച്ചില്ല. ഞാൻ കൊടുത്തു, ഞാൻ പോന്നു. എനിക്ക് പിറ്റേ ദിവസം ചേലാട് പള്ളിയിൽ കുർബാന, അത് കഴിഞ്ഞിട്ട് വയനാട്ടിൽ പോകണം. ഞാൻ നേരെ ചേലാട് പള്ളി കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ പുള്ളിക്കാരത്തി വിളിച്ചു. അപ്പോഴേക്കും പിറ്റേ ദിവസമായെന്ന് ഓർക്കണം. അമ്മച്ചി അന്നേരം പ്രശ്നമൊന്നുമില്ല, എങ്കിലും മരിക്കുമെന്ന വലിയൊരു പ്രതീക്ഷയായിരുന്നു അവർക്കുള്ളത്. അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ തിരുമേനി ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ചേലാടെന്ന്, ഞാൻ വയനാട്ടിന് പോവാം. എന്നാൽ പിന്നെ സാരമില്ല, തിരുമേനിയുടെ കാര്യങ്ങൾ നടക്കട്ടെ, തിരുമേനി പൊക്കൂ, സാരമില്ല, ശവാടക്കിന് പങ്കെടുക്കേണ്ടത്. ശവാടക്കിന് പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല തിരുമേനി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ വിളിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ശവാടക്കിന് വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി. അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ ഈ മരിച്ചു പോയവരുടെ ദേഹത്ത് നമ്മൾ ഇടുന്ന തുണി അലക്കി തേച്ച തുണി വേണമെന്നുണ്ടോ, അതോ പുത്തൻ തുണി ഇടാവോ? ഈ പുള്ളിക്കാരത്തി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തുണി വേണമെന്നുള്ളത് നിർബന്ധമാണ്. അലക്കി തേച്ചതായാലും കുഴപ്പമില്ല, തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഡ്രസ്സ് ഇടണം, അതുറപ്പാണ്. ഞാൻ പിന്നെ ഞാൻ ഓർത്ത് മരിക്കാത്ത ഒരാളുടെ ചവാടക്കിന് വേണ്ടി നിൽക്കേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ നേരെ അങ്ങ് പോയി. പ്രിയമുള്ളവരെ, 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് ഈ പുള്ളിക്കാരത്തി മരിച്ചില്ല. ഈ പുള്ളിക്കാരത്തിയെ ഡിസ്ചാർജായി പ്രിയമുള്ളവരെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു കുഴപ്പമില്ല. ഞാൻ പിറ്റേ ആഴ്ച വന്നു കഴിഞ്ഞപ്പോഴത്തേനുണ്ട്. ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ പുള്ളിക്കാരത്തി, തിരുമേനിക്ക് എന്നാ കൊണ്ട് പോയി ചേട്ടൻ, നടുവേദന മാറിയോ എന്ന് എന്നോടൊരു ചോദ്യം. ടീച്ചറായിരുന്നു, പഴയ ടീച്ചറാണ്. പ്രിയമുള്ളവരെ, പിന്നെ കുറച്ച് നാളത്തേന് ഈ മരുമകൾ എന്നെ കണ്ട മിണ്ടത്തുമില്ല, ചിരിക്കത്തുമില്ല. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു, മരിച്ചവരെ ഉയർപ്പിക്കാൻ വരം കിട്ടിയാലും നമ്മൾ ആ പരിപാടി ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് 2ാമത് അമ്മച്ചിക്ക് അസുഖം വന്ന് മണ്ടാട്ടാശുപത്രി കിടന്നു. ഞാൻ പോയില്ല. പറയുന്നത് മരിച്ചു എന്ന് 100% ഉറപ്പാക്കി ശവാടക്കിനും കൂടെ സമയം നിശ്ചയിച്ചിട്ടാണ് ഞാൻ ആ വീട്ടിൽ പോയത്. എന്തുകൊണ്ടാണ് മരിച്ചവർ ഉയർത്താക്കാത്തത് മനസ്സിലായോ? ഉയർപ്പിച്ചാൽ ഉയർപ്പിക്കുന്നവനെ മരിപ്പിക്കും നമ്മുടെ ആളുകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉയർക്കണമെന്ന് കർത്താവ് നിശ്ചയിച്ചാൽ ഉയർക്കും 100%. കാരണം എന്താണ്? ഈ ആത്മാവ് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നതല്ലേ. ഇത് തിരിച്ചു കൊടുത്താൽ ഉയർക്കും. നിങ്ങൾ അങ്ങനെയും വിശ്വസിക്കണം. ഉയർത്തോ ഇല്ലയോ എന്നുള്ളതല്ല, ഉയർക്കും. അത് വിശ്വസിക്കണം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് കുറച്ചാൾ കഴിഞ്ഞു. ഇവിടെ അടുത്തുള്ളൊരു പുള്ളിക്കാരത്തി മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കാം. അപ്പോൾ അസുഖം സീരിയസ് ആയി മരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്നൊക്കെ ആളുകൾ ജീപ്പ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. അന്നൊക്കെ ഇവിടുന്ന് പിന്നെ ആളുകളും എന്നേലും കേൾക്കാണ്ടിരിക്കുക. ജീപ്പ് പിടി ഒരു പ്രോഗ്രാം ഉണ്ടായല്ലോ, ജീപ്പ് പിടിച്ച് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെയെല്ലാം ഇവിടുത്തെ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മെഡിക്കൽ കോളേജിന് ചുറ്റും.
ഞാനിവിടെ അച്ഛനായിട്ട് വന്നിട്ട് തൈലാഭിഷേക ശുശ്രൂഷ നടത്താൻ ഒരാളെ കിട്ടാതെ ഞാനും ഇര പിടിക്കാനിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. കാരണം ആളെ കിട്ടാനില്ല. ഞാനിവിടെ അച്ഛനായിട്ട് കല്യാണം കഴിക്കാതെ ഞാനിവിടെ ഇരിക്കുക ചുമ്മാതെ. ഒരു ശുശ്രൂഷ കിട്ടണ്ടേ? ഇപ്പോഴാണ് പിന്നെ ശുശ്രൂഷ ഇങ്ങനെ കിട്ടിയത്. അന്ന് ശുശ്രൂഷയില്ല. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ എനിക്ക് ഫോൺ വന്നു, അച്ഛാ എത്രയും പെട്ടെന്ന് എത്തണം. അപ്പം ഞാനെന്ത് ചെയ്തു, തൈലം എടുത്തുകൊണ്ട് കറുത്തൂപ്പായ എടുത്തുകൊണ്ട് വണ്ടിയെ കയറി 2 പിള്ളേരെയും കിട്ടുമ്പോൾ ഒറ്റ പിടിയിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. എൻ്റെ വണ്ടിയാണെങ്കിൽ വേറെ എങ്ങോട്ട് കിടക്കുക. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് വണ്ടി എത്താൻ പറഞ്ഞു. ആ വണ്ടി എത്തുന്നതിന് മുമ്പ് വേറൊരു വണ്ടിയെല്ലാം തള്ളിക്കയറ്റി കൊണ്ടുപോയി. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ഇറങ്ങിയിട്ട് കറുത്തൂപ്പായം പിടിച്ചുകൊണ്ട് ഓടുക. കാരണം എന്താണ്, മരിക്കുന്നതിന് മുമ്പ് തൈലാഭിഷേകം കൊടുക്കണം. അങ്ങനെ പ്രിയമുള്ളവർ ഒരു കൈ കയറ്റി, മറ്റേ കൈ കയറ്റാൻ പറ്റിയില്ല, കാരണം പെട്ടെന്ന് മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കൈ കൂടെ കറുത്തൂപ്പായം കയറ്റിയിട്ട് ഞാൻ അന്നേരം തന്നെ തലയ്ക്ക് വെച്ചൊന്ന് പ്രാർത്ഥിച്ച്. കാരണം മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഡോക്ടർമാർ പറഞ്ഞു ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി, ഒരു മരുന്നുകളും റിയാക്ട് ചെയ്യുന്നില്ല, ഇനി കുറച്ച് സമയമേ ഉള്ളൂ ഈ സ്ത്രീക്ക്. അങ്ങനെ ഞാനിങ്ങനെ വെള്ളക്കുപ്പായം ഇട്ടുകൊണ്ട് തലയ്ക്ക് വെച്ചു. അതിനുശേഷം പെട്ടെന്ന് ഇതും കൂടി കയറ്റിയിട്ട് ബട്ടൺസ് പോലും ഇടാതെ പെട്ടെന്ന് ഞാൻ തൈലാഭിഷേക പ്രാർത്ഥന ചൊല്ലി എണ്ണ പൂശി. ഉടനെ അവിടുത്തെ ഡോക്ടർമാർ വന്നിട്ട് എല്ലാവരെയും അങ്ങ് വഴക്ക് പറഞ്ഞു, മാറ്റി നിർത്തിയിട്ട്. അവർ മാറ്റി നിർത്തിയിട്ട് നിങ്ങളെന്തായി കാണിക്കുന്നത്? ആ സ്ത്രീക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കരുത്, അസ്വസ്ഥതകൾ ഉണ്ടാക്കരുത്, സമാധാനമായിട്ട് കിടക്കാനായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കരുത്. നിങ്ങൾ ഈ അച്ഛന്മാരെയും വിളിച്ചു വന്ന് വലിയ പ്രകടനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങളങ്ങനെ അതല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളെല്ലാവരും മാറി നിൽക്കുക, അവർക്കൊരു സ്വസ്ഥത കൊടുക്കണം. സത്യത്തിൽ ഡോക്ടർ വഴക്ക് പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ തൈലാഭിഷേകം കഴിഞ്ഞപ്പോൾ എനിക്ക് ആവേശമായി. ഞാൻ ചോദിച്ചു, നമുക്ക് കുർബാനയും കൂടെ കൊടുത്താലോ? ഇവിടെ അടുത്തൊരു പള്ളി കുർബാന ഇരിപ്പുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. എനിക്ക് ഈ കുർബാന കൊടുക്കുന്നതും തൈലാഭിഷേകം ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞ് തൽക്കാലം ഇത് മതി. തൽക്കാലം ഇത് കൊടുത്തപ്പോൾ തന്നെ ഡോക്ടർമാർ നമ്മളിപ്പോൾ ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കുക. ഇനി കുർബാനയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടും. ഞാൻ തിരിച്ചു പോന്നു. പ്രിയമുള്ളവരെ, ആ സ്ത്രീ ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ ഇവിടെ പള്ളി വരുന്നുണ്ട്. ഈ 3 നോയമ്പിന് ഒരു കുഴപ്പമില്ല ഇവിടെ ഇരിപ്പുണ്ട്. അത് വർഷം എത്രയാണെന്നറിയോ? വർഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിൽ 19, ഞാൻ 2003 വന്നതാണ്, 4-ലൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഇത്രയും വർഷമായിട്ടാണ് പയറ് പോലെ ഈ സ്ത്രീയോട് നടപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഉയർത്തെഴുന്നേക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഉയർത്തെഴുന്നേക്കും.